ഷിരൂരിൽ തിരച്ചിലിന് വെല്ലുവിളിയായി ഇന്നും മഴ എന്നതാണ് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പുലർച്ചെ മുതൽ ശക്തമായ മഴയാണ് പെയ്യുന്നത്. ഡ്രഡ്ജർ ഉപയോഗിച്ച് 4ാമത്തെ പോയിന്റിൽ തിരച്ചിൽ നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ശ്രീധരൻ അവിടെ നിന്നും ചേരുന്നുണ്ട്. ശ്രീധരൻ, ഗുഡ് മോർണിംഗ്. ഇന്നും ശക്തമായ മഴയാണോ അവിടെ? ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണോ? കാലാവസ്ഥ കാരണം ഡ്രഡ്ജിങ്ങിന് ബുദ്ധിമുട്ടുണ്ടാവുമോ? മോത്തി, ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ മുതൽ തന്നെ വലിയ മഴയായിരുന്നു പെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ചെറിയൊരു ശമനം ഉണ്ടായിട്ടുണ്ട്. അത് ആശ്വാസകരമാണ്. പക്ഷേ മഴ മുന്നറിയിപ്പ് ഇന്നും നാളെയും ഉത്തര കന്നഡ ജില്ലയിൽ, പ്രത്യേകിച്ച് ഷിരൂർ മേഖലയിലൊക്കെ ഉണ്ട്. ഇന്നലേക്ക് നമ്മൾ കണ്ടു ശക്തമായ മഴയാണ് രാവിലെ 10 മണി വരെ പെയ്തത്. ഏതായാലും അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് തിരച്ചിൽ മുന്നോട്ട് പോയി. ഇപ്പോൾ ഈ വാഹനം നിർത്തിയിട്ടിരിക്കുന്നതിൻ്റെ തൊട്ട് വലതുവശത്തുള്ള പോയിന്റിൽ, അതായത് നമ്മൾ കണ്ടെത്തിയ കോണ്ടാക്ട് പോയിന്റ് 4ലാണ് ഇന്നും തിരച്ചിൽ നടത്തുക. ഇന്നലെ കോണ്ടാക്ട് പോയിന്റ് 3യിൽ തിരച്ചിൽ നടത്തി. പക്ഷേ അവിടെ നിന്ന് യാതൊരു വിധത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇന്നലെ കിട്ടിയില്ല. ഏതായാലും റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ പറഞ്ഞതനുസരിച്ച് കോണ്ടാക്ട് പോയിന്റ് 4ൽ ലോറിയുടെ സാന്നിധ്യം ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഭാഗം കേന്ദ്രീകരിച്ചായിരിക്കും ഇന്നത്തെ തിരച്ചിൽ. അവിടെയും തിരഞ്ഞതിന് ശേഷം മാത്രമേ നാവികസേന അടയാളപ്പെടുത്തിയ ഭാഗത്തേക്ക് തിരച്ചിൽ പോവുക. ഏതായാലും ഇന്നലെ നടത്തിയ തിരച്ചിലിൽ ഈ ടാങ്കർ ലോറിയുടെ ചില ഭാഗങ്ങൾ ഇന്നലെ കിട്ടിയിരുന്നു. എന്നാൽ അർജുൻ സഞ്ചരിച്ച ലോറിയുടെ ഭാഗങ്ങളൊന്നും കാര്യമായി കിട്ടാത്തത് വലിയ നിരാശ തന്നെയാണ്. നോക്കൂ, ഇന്ന് തിരച്ചിൽ 5ാം ദിവസത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ 5 ദിവസം തിരഞ്ഞിട്ടും കാര്യമായിട്ടുള്ള പ്രയോജനം ഈ ഡ്രഡ്ജർ ഉപയോഗിച്ച് നടത്തിയ തിരച്ചിലുണ്ടായിട്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഫൈൻഡ് അർജുൻ ആക്ഷൻ കമ്മിറ്റിയൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. കുറച്ചുകൂടി സൗകര്യങ്ങളുള്ള ഡ്രഡ്ജർ ഇവിടേക്ക് കൊണ്ടുവരണം. അതായത് ഇതിൻ്റെ ഈ ഹിറ്റാച്ചിയുടെ കൈകൾ ആഴങ്ങളിലേക്ക് എത്തുന്നതിന് പരിമിതിയുണ്ട് പല ഭാഗങ്ങളിലും എന്നുള്ള കാര്യം അവർ പറയുന്നുണ്ട്. ഏതായാലും ഈ കാര്യത്തിൽ തിരച്ചിലിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കും എന്ന് തന്നെയാണ് ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം പറഞ്ഞത്. 10 ദിവസത്തേക്കാണ് ഈ ഡ്രഡ്ജർ ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ ഇന്ന് 5ാം ദിവസത്തിലേക്ക് പറയുന്നത് അന്ന് ആദ്യം കൊണ്ടുവന്നതുപോലെ ബൂം ലെങ്ത് കൂടിയ സംവിധാനം എത്തിക്കണം എന്നാണോ, അതോ ഈ മുഴുവൻ ഡ്രഡ്ജിംഗ് സംവിധാനം തന്നെ പുതിയത് കൊണ്ടുവരണം എന്നാണോ? അതായത് കൂടുതൽ ബൂം ലെങ്ത് ഉള്ള, അതായത് ഇതിൻ്റെ യന്ത്രക്കൈകൾ കൂടുതൽ ആഴത്തിലേക്ക് പോകാൻ സാധിക്കുന്ന തരത്തിലുള്ള സംവിധാനം വേണമെന്നാണ് അവരുടെ ആവശ്യം. അതായത് ഇപ്പോൾ ഈ കരയോടടുക്കുന്ന ഈ ഭാഗത്ത് കൂടുതൽ ആഴമുണ്ട്. ഇപ്പോൾ നമുക്ക് ഇന്നലെ ആ തിരച്ചിൽ കാണുമ്പോൾ തന്നെ അറിയാം, ഈ ഹിറ്റാച്ചിയുടെ ആ കൈകൾ അത് ഏതാണ്ട് പൂർണ്ണമായും മുങ്ങുന്ന അവസ്ഥയിലേക്ക്, താഴേക്ക് പോകുമ്പോൾ തോറും മുങ്ങുന്ന അവസ്ഥയിലുണ്ട്. പക്ഷേ ആ മൺതിട്ടയുടെയൊക്കെ ഭാഗത്ത് അത് അത്ര അധികം താഴെ മുങ്ങുന്നുമില്ല. അതിനാൽ തന്നെ ഈ 5 മീറ്ററിൽ കൂടുതൽ ആഴങ്ങളിലേക്ക് പോവാനുള്ള ഒരു സംവിധാനം വേണമെന്നാണ് അവരുടെ ആവശ്യം. നിലവിലേതായാലും ഇപ്പോൾ ഈ ഡ്രഡ്ജിംഗ് സംവിധാനം ഉപയോഗിച്ച് തന്നെ തിരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനം ഉള്ളത്. ഇന്നലെ MLA സതീഷ് കൃഷ്ണസൈൽ രാത്രി ഇവിടെ എത്തി ഇതിൻ്റെ ഒരു വിലയിരുത്തലൊക്കെ നടത്തിയിരുന്നു. നിലവിലേതായാലും കാലാവസ്ഥയാണ് വെല്ലുവിളിയായി നിൽക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ മഴ മാറി നിൽക്കുന്നത് നോക്കണ്ട, മഴ മുന്നറിയിപ്പുണ്ട്. ഇന്നലെയും ഇടവിട്ട് ശക്തമായിട്ടുള്ള മഴയൊക്കെ ഷിരൂരിൽ പെയ്യുകയും ചെയ്തിരുന്നു. ഏതായാലും കാലാവസ്ഥ കൂടി അനുകൂലമായാൽ സംവിധാനങ്ങളൊക്കെ കൃത്യമായി തന്നെ പ്രവർത്തിക്കാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷ തന്നെയാണുള്ളത്. അർജുൻ്റെ കുടുംബമൊക്കെ ഇവിടെ തുടരുന്നും ഉണ്ട്. നിലവിലേതായാലും രാവിലെ 8:30 തന്നെ തിരച്ചിൽ നടപടികൾ ആരംഭിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ശരി, ശ്രീധരനാണ് വിവരങ്ങൾ നൽകിയത്.